ഞങ്ങൾ അർജന്റീനയെ തീർക്കും. അത് കളത്തിനകത്തു നിന്നാണെങ്കിലും പുറത്തു നിന്നാണെങ്കിലും ഞാൻ ഗോൾ അടിക്കും. ത്രിവാക്കും ഉപയോഗിച്ച് റൊമേരിയോയുമായി കഴിഞ്ഞ ദിവസം റാഫീഞ്ഞ നടത്തിയ ഇൻ്റർവ്യൂ ആയിരുന്നു ഇത്. മത്സരം തുടങ്ങി 90 മിനിറ്റ് അവസാനിച്ചപ്പോൾ സ്കോർ ബോർഡ് നിശ്ചലമായിരുന്നില്ല. അർജന്റീനയുടെ ലോഗോക്ക് നേരെ 4 രേഖപ്പെടുത്തിയിരുന്നു. ബ്രസീൽ ഗോൾ വലയിൽ അർജന്റീന പന്തെത്തിച്ചത് 4 തവണ. അതും ഇതിഹാസ താരം മെസ്സി കൂടിയില്ലാത്ത അർജന്റീനയായിരുന്നു ബ്രസീൽ ഗോൾ വലയിൽ 4 പന്തെത്തിച്ചത്. ഭസ്മമാക്കപ്പെട്ട ബ്രസീലിന് യാതൊരു അടിസ്ഥാനവും ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല. അർജന്റീന നിറഞ്ഞു കളിക്കുന്നതാണ് കണ്ടത്. തൻ്റെ ശിഷ്യന്മാരെ അതിനനുസരിച്ച് വിനയിപ്പിക്കാൻ സ്കലോണിക്കായി. മത്സരത്തിന് മുന്നേ വാക്കുമായി വെല്ലുവിളി നടത്തിയ റാഫീഞ്ഞയെ സ്ക്രീനിൽ കണ്ടത് അർജന്റീനയുമായുള്ള താരങ്ങളുമായുള്ള കലാശത്തിനിടെ മാത്രമാണ്. പറയത്തക്കപ്പെട്ട യാതൊരു മികവും പുലർത്താൻ റാഫീഞ്ഞോക്ക് സാധിച്ചില്ല. ആകെ പറയാനുള്ളത് ഒരു ക്ലോസ് ബാറിൽ തട്ടിയ ഫ്രീ കിക്ക് മാത്രം. റാഫീഞ്ഞോക്ക് എവിടെയാണ് പിഴച്ചത്? അർജന്റീനയ്ക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ ആദ്യം ഓർക്കണമായിരുന്നു. അർജന്റീനയുടെ തിങ്ങി നിറഞ്ഞ 10,000-ങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് മത്സരം തുടങ്ങിയത്. മത്സരത്തിൻ്റെ 1-ാം മിനിറ്റ് മുതൽ 90-ാം മിനിറ്റ് വരെ അർജന്റീന ആധിപത്യമാണ് കണ്ടത്. മത്സരത്തിലെ സ്റ്റാറ്റിസ്റ്റിക് എടുത്തു പരിശോധിച്ചാൽ എല്ലാം അർജന്റീനക്കൊപ്പം. ഒരു സ്റ്റാറ്റിസ്റ്റിക് പോലും ബ്രസീലിനൊപ്പം ഉണ്ടായിരുന്നില്ല. ഷോട്ടും പാസും ആക്യുറസിയും എല്ലാം അർജന്റീനക്കൊപ്പം. അർജന്റീനയെ നേരിടാനുള്ള ഒരുക്കം ഇത്രയൊന്നും പോരാ എന്നുള്ള മറ്റൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ മത്സരം. 1-നെതിരെ 4 ഗോളിൻ്റെ തകർപ്പൻ വിജയം. കയ്യടി അറിയിക്കുന്നത് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി കൂടിയാണ്.